നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര ഈ മാസം 23-ന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് UDF ജില്ലാ നേതൃത്വം തൊടുപുഴയിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ വികസനവും ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് PG ജോസഫ് MLA യോഗം വിളിച്ചു ചേർത്തു. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ റൂബി ജൂബിലി സമാപന സമ്മേളനവും സാംസ്കാരിക സംഗമവും ഫെബ്രുവരി 22-ന് തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും എവർഷൈൻ സ്റ്റുഡിയോ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിനും തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര ഈ മാസം 23-ന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. ശബരിമലയിലെ അഴിമതിയും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണനയും ഉയർത്തിക്കാട്ടിയാണ് UDF പ്രതിഷേധം ശക്തമാക്കുന്നത്. സാമ്പത്തികമായി തകർന്ന കേരളത്തെ വീണ്ടെടുക്കുവാനാണ് ഈ സഹനയാത്രയെന്ന് UDF ജില്ലാ നേതൃത്വം തൊടുപുഴയിൽ അറിയിച്ചു. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണം പൊതിഞ്ഞ കട്ടിളയും ശില്പങ്ങളും മോഷ്ടിച്ച സംഭവത്തിൽ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തത് പാർട്ടിയുടെ ഒത്താശയോടെയാണ് കവർച്ച നടന്നത് എന്നതിന് തെളിവാണെന്ന് UDF ആരോപിക്കുന്നു. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിച്ച സർക്കാർ കടക്കണിയിലായ സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എവിടെയെല്ലാം സൗകര്യം കിട്ടുമോ അവിടെയെല്ലാം കൊള്ളയടിച്ച് അഴിമതി കാണിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി മാറിയിരിക്കുകയാണ്. അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് CPM പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവിടെ ക്ഷേത്ര സംവിധാനത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ കട്ടളയും അതുപോലെ തന്നെ മേൽപ്പാളിയും അവിടെ ഉണ്ടായിരുന്ന ധാരവാലക ശില്പങ്ങൾ അവിടെ എല്ലാം ഉണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റി. അതിനകത്ത് 3 CPM നേതാക്കൾക്ക് വളരെ വ്യക്തമായ പങ്കുണ്ട് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും എല്ലാം ചെയ്തിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മോഷണവും കൊള്ളയും എല്ലാം നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒത്താശയോടുകൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഇടത് സർക്കാർ കടുത്ത വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. 1964-ലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ശ്മശാന നിർമ്മാണത്തിന് പോലും അനുമതി നൽകാത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. വനഭൂമി സംബന്ധിച്ച തർക്കങ്ങളിലും കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയകാര്യത്തിലും സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും ജലരേഖയായി തുടരുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അടുത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പുതിയ യാത്രയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇടുക്കിയിലേക്ക് വരുമ്പോഴേക്കും ഭൂപ്രശ്നങ്ങൾ കൊണ്ട് ഇടുക്കിയിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ ഒരു ഗവൺമെന്റാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. 964-ലെ പട്ടയഭൂമിയിൽ കെട്ടിട നിർമ്മാണം നടത്താനായിട്ട് നിരോധനം നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇന്ന് ഇടുക്കി മാത്രമാണ്. കേരളത്തിലെ 13 ജില്ലകളിലും അത്തരത്തിലുള്ള നിരോധനമില്ല. കെട്ടിട നിരോധനം മാത്രമല്ല, ശ്മശാനം പോലും നിർമ്മിക്കാനായിട്ട് അനുമതി കൊടുക്കാത്ത ഗവൺമെന്റാണ്. ഈ കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി UDFന്റെ പുതിയുഗ യാത്ര കടന്നു വരുന്നത്. ഈ ജില്ലയിലെ 23-ാം തീയതി എത്തുന്ന യാത്ര 23-ാം തീയതി രാവിലെ അത് അടിമാലിയിലും 11:30-ക്ക് നെടുങ്കണ്ടത്തും ഉച്ച കഴിഞ്ഞ് 2:30-ക്ക് കുമളിയിലും 4:30-ക്ക് ചെറുതോണിയിലും വൈകുന്നേരം 6:30-ക്ക് തൊടുപുഴയിലും എന്ന നിലയിലാണ് ഈ പുതിയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്.
ഏകീകരണ യോഗത്തിൽ UDF-ന്റെ സംസ്ഥാന ജില്ലാതല നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുക്കുന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. UDF നേതാക്കളായ KMA ഷുക്കൂർ, സുരേഷ് ബാബു, ജോൺ നെടിയപാല തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോടത്ത് കലുങ്കിലേക്ക് ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന് ഉത്തരവാദികൾ തൊടുപുഴ നഗരസഭയാണെന്ന് ആരോപിച്ചുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPIM നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ഓഫീസിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ച് നടത്തപ്പെടുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ എത്തിച്ചേരുമ്പോൾ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് മുഹമ്മദ് ഫൈസൽ പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി സഖാവ് TR സോമൻ, ഈസ്റ്റ് ഏരിയ സെക്രട്ടറി സഖാവ് ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുകയാണ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, നേതാക്കന്മാരായ TR സോമൻ, ലിനു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആ വാർഡ് ആരുടെയാ? ലീഗിന്റെ വാർഡാ. ലീഗിന്റെ വാർഡിനകത്ത് കഴിഞ്ഞ 2 തവണ 9-ാം വാർഡും 16-ാം വാർഡും ഭാഗം പുതിയ വാർഡ് വിഭജനം അനുസരിച്ച് അത് 16-ാം വാർഡാണെങ്കിൽ കഴിഞ്ഞ വർഷം 9-ാം വാർഡാ. ആ പ്രദേശം ചുറ്റും മുഴുവൻ ലീഗിന്റെ സ്വാധീനത്തിലാണ്. 9-ാം വാർഡ് ഉൾപ്പെടെ കഴിഞ്ഞ തവണ ലീഗിന്റെ സ്വതന്ത്രൻ കോൺഗ്രസുകാരനായ ആള് മത്സരിച്ച് ജയിച്ചു വന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കുഴി, ഈ സ്ലാബ് എടുത്തു മാറ്റിയത്. കഴിഞ്ഞ തവണ വെള്ളക്കെട്ടുണ്ടായി, മത്സരിച്ച് ജയിച്ച ഉടനെ തന്നെ ആദ്യം ചെയ്ത നടപടി അത് ആ സ്ലാബ് എടുത്തു മാറ്റി അതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള മുഴുവൻ മണ്ണും എടുത്തു മാറ്റി. മണ്ണെടുത്തു മാറ്റിയപ്പോ എന്തു പറ്റി? ആ മണ്ണെടുത്തു മാറ്റിയപ്പം ഈ സ്ലാബ് ഇരുന്ന 2 സൈഡിലെയും ആ ഭിത്തികൾ ഇടിഞ്ഞു പോയപ്പോ തിരിച്ച് സ്ലാബ് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഇത് നിയമാനുസൃതം മുനിസിപ്പാലിറ്റിയുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർ മുനിസിപ്പാലിറ്റിന് 85,000 രൂപ 2024-ലും 25-ലും ചെലവഴിച്ചത്. 80,000 രൂപ 2025-ലും ചെലവഴിച്ചു. 2024 വർഷം 30 ലക്ഷം രൂപ ഇവിടെ ഓടകൾക്കകത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ടെൻഡർ ഇല്ലാതെ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ചെയ്തതാ. 2025-ലെ അവസ്ഥ എന്താ? 80,000 രൂപ മുടക്കി ഓടകളിലെ സ്ലാബ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓരോ വാർഡിലും അനുവദിച്ചു. 9-ാം വാർഡ് കൗൺസിലർ എന്താ ചെയ്തേ? അത് ആ പണം ചെലവഴിക്കാതെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വക മാറ്റിയിട്ട് വെള്ളക്കെട്ടുണ്ടാക്കിയപ്പോൾ നാട്ടുകാർ കിടന്ന് ബഹളം ഉണ്ടാക്കിയ വെള്ളക്കെട്ടിനടക്കം ചിത്രം CPM അടക്കമുള്ള നേതാക്കന്മാർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം നേരിട്ട് വന്ന് ഇത് ഈ സ്ലാബ് എടുത്ത് മാറ്റുന്നു, സ്ലാബിന്റെ മണ്ണ് നീക്കം ചെയ്യുന്നു. മുനിസിപ്പാലിറ്റി അത് PWD പലതവണ കത്തയക്കുന്നു, അത് മൂടണമെന്ന് കത്തയക്കുന്നു. ഇപ്പൊ പറയാ അതിന് തെളിവില്ലെന്ന്. കൃത്യമായി PWDയുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. അത് നിങ്ങളുടെ മെയിലിനകത്ത് റിസീവ് ചെയ്തത് പരിശോധിക്കാൻ മുനിസിപ്പാലിറ്റി അധികൃതർ തയ്യാറാണോ? ആ തയ്യാറായിട്ടുണ്ടെങ്കിൽ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ഓട മുഴുവൻ എല്ലാ വർഷവും മഴക്കാലത്തിന് മുമ്പ് ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി PWD അല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുനിസിപ്പാലിറ്റി അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പച്ചക്കള്ളം പറഞ്ഞു തിരിച്ചുവിട്ട് തങ്ങൾക്കെതിരെ വരാൻ പറ്റുന്ന ഒരു ആരോപണമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസും ലീഗും BJP സഖ്യം ഒറ്റച്ചക്കന്മാരെ പോലെ PWD ഓഫീസിന് മുന്നിലേക്ക് സമരം സംഘടിപ്പിക്കുക. തൊടുപുഴ നഗരവികസനവും ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ നൽകിയ നിവേദനത്തിന് പിന്നാലെ PG ജോസഫ് MLA യോഗം വിളിച്ചു ചേർത്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K ദീപക്, മുൻ ചെയർമാൻ AM ഹാരിത്, തഹസിൽദാർ, PWD, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംഘടനാ നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു. ഒരു സൈഡിൽ മാത്രം പാർക്ക് ചെയ്യാതെ നോ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ പാർക്ക് ചെയ്യാന്നുള്ളൊരു ബോർഡ് ഇതുവരെയായിട്ട് കാണാനില്ല. അതൊരു വിഷയമാണ്. വർദ്ധിച്ചു വരുന്ന ട്രാഫിക് ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ PJ ജോസഫ് MLA തൊടുപുഴ ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക യോഗം വിളിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K ദീപക്, മുൻ ചെയർമാൻ AM ഹാരിത്, തഹസീൽദാർ, PWD, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നിവേദനത്തിൽ ആവശ്യമുന്നയിച്ച 20ഓളം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡിലെ മണ്ണ് ലെവൽ ചെയ്ത് പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തുക, പുഴയോര ബൈപ്പാസിന്റെ തുടക്കത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പഴയ കെട്ടിടം എത്രയും വേഗം പൊളിച്ചു മാറ്റുന്നതിന് വേണ്ട കാര്യങ്ങൾ ദ്രുതഗതിയിലാക്കുക, വഴിയോര കച്ചവടക്കാർക്കായി വെൻഡേഴ്സ് സോൺ നടപ്പിലാക്കുക, ബസ് സ്റ്റോപ്പുകൾക്ക് സമീപം നടത്തുന്ന ഉന്തുവണ്ടി കച്ചവടം ഉൾപ്പെടെ ഒഴിവാക്കുക, മാർക്കറ്റിലെ
വഴിയോര കച്ചവടം ഉൾപ്പെടെ നീക്കം ചെയ്യുക തുടങ്ങിയ സാധ്യമായ എല്ലാ റോഡുകളിലും ഒരു സൈഡ് മാത്രം പാർക്കിംഗ് ആക്കുക, കാരിക്കോട് ജില്ലാ ആശുപത്രി പ്രവേശന കവാടത്തിന് കൈവരി സ്ഥാപിക്കുക, മോർ ജംഗ്ഷനിൽ ട്രാഫിക് ബ്ലോക്ക് വരുന്നതിന് പ്രധാന കാരണമായിട്ടുള്ള ഇടതുവശം കൂടി പോകുന്നതിന് കൂടുതൽ പോലീസ് സേവനം പ്രാപ്യമാക്കുക, നടപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ ശരിയാക്കുക, പുഴയോര ബൈപ്പാസിന്റെ എൻട്രൻസിന്റെ മുമ്പിൽ ട്രാഫിക് ഐലൻഡ് സ്ഥാപിക്കുക, സിവിൽ സ്റ്റേഷന്റെ ഓഫീസിന്റെ താഴെ കൂട്ടിയിട്ടിട്ടുള്ള ഉപയോഗശൂന്യമായ സാധനങ്ങളും പഴയ വാഹനങ്ങളും ഉടൻ നീക്കം ചെയ്യുക, ബസ്സുകൾ സ്റ്റോപ്പുകളിൽ മാത്രം റോഡിനരികിൽ പരമാവധി ഒതുക്കി നിർത്തുക, 1 മണിക്കൂറിൽ കൂടുതലായും അലക്ഷ്യമായും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ പോലീസിന്റെ വാർണിംഗ് സ്റ്റിക്കർ ഒട്ടിക്കുവാനും തുടർന്നും ആവർത്തിക്കുന്നവർക്ക് ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക, ടിപ്പർ ലോറികളുടെ സമയം രാവിലെ 8:30 മുതൽ 10 വരെ ഒഴിവാക്കുക, ഓടകളുടെ മുകളിൽ കേടായ സ്ലാബുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കുക, ഓടകളുടെ മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്രാബല്യത്തിൽ വരുത്തുവാനും വഴിവിളക്കുകൾ കൂടുതൽ പ്രകാശമുള്ളതാക്കി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും തീരുമാനിച്ചത്. തീരുമാനങ്ങൾ ലഘുരേഖയായി നഗരത്തിൽ വിതരണം ചെയ്യും. മർച്ചന്റ്സ് അസോസിയേഷന്റെയും KHFAയുടെയും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെയും ഭാരവാഹികളായ PC രാജു തരണിയിൽ, MN ബാബു മാന്തളിരുമ്പാറ, ജോസ് വർക്കി കാക്കനാട്, CK നവാസ്, അനിൽ പീടുകപ്പറമ്പിൽ, ജോസ്ലറ്റ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ റൂബി ജൂബിലി സമാപന സമ്മേളനവും സാംസ്കാരിക സംഗമവും ഫെബ്രുവരി 22-ന് തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിക്കും. PC സിറിക് IAS സ്മരണിക പ്രകാശനം ചെയ്യും. ഫാദർ മാത്യു മനേക്കുന്നിൽ CMI റൂബി ജൂബിലി സന്ദേശം നൽകും. എഴുത്തുകാരൻ ജിജി K ഫിലിപ്പ് മുഖ്യ പ്രഭാഷണം നടത്തും. മതസൗഹാർദ്ദത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി തൊടുപുഴയുടെ മണ്ണിൽ തനിമയോടെ പ്രവർത്തിക്കുന്ന ഉപാസന സാംസ്കാരിക കേന്ദ്രം അതിന്റെ 40ാം വാർഷികമായ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് കടക്കുന്നു. 22-ന് വൈകിട്ട് 4-ന് ഉപാസന ഓഡിറ്റോറിയത്തിൽ വെച്ച് റൂബി ജൂബിലി സമാപന ആഘോഷവും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഉപാസന റൂബി ജൂബിലി സമാപന സമ്മേളനവും സാംസ്കാരിക സംഗമവും തൊടുപുഴ മതസൗഹാർദ്ദത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി തൊടുപുഴയുടെ മണ്ണിൽ തനിമയോടെ പ്രവർത്തിക്കുന്ന ഉപാസന സാംസ്കാരിക കേന്ദ്രം എ സെന്റർ ഫോർ കൾച്ചർ ആൻഡ് ഇന്റർ റിലീജിയസ് ഡയലോഗ് അതിന്റെ 40ാം വാർഷികമായ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. 2026 ഫെബ്രുവരി 22 ഞായറാഴ്ച, അതായത് വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഉപാസന ഓഡിറ്റോറിയത്തിൽ വെച്ച് റൂബി ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും നടക്കുന്നതായിരിക്കും. കഴിഞ്ഞ 1 വർഷമായി റൂബി ജൂബിലിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഉപാസനയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള കവികൾ, സാഹിത്യകാരന്മാർ, നാടകകൃത്തുക്കൾ എന്നിവരെ ആദരിക്കുകയും വിവിധ സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ സാമൂഹ്യ പ്രവർത്തകരെയും ആതുര സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ഈ കാലയളവിൽ ഉപാസന ആദരിക്കുകയുണ്ടായി. ജൂബിലി സ്മരണയ്ക്കായി തയ്യാറാക്കിയ പ്രത്യേക സ്മരണികയുടെയും കാവ്യകഥാവേദി ഒരുക്കിയ കവിതാ സമാഹാരത്തിന്റെയും പ്രകാശനം സമാപന സമ്മേളനത്തിൽ നടക്കുന്നതായിരിക്കും. അതോടൊപ്പം കഴിഞ്ഞ 39 കൊല്ലമായി ഉപാസനയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന അന്തരിച്ച ഡോക്ടർ ജോൺ മുഴുത്തേറ്റ് സാറിനോടുള്ള ആദരസൂചകമായി ഉപാസന നൽകുന്ന ഒരു മരണാനന്തര ബഹുമതി അദ്ദേഹത്തിന്റെ ആ പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങുന്നതായിരിക്കും. കഴിഞ്ഞ 40 വർഷത്തെ വിജയകരമായ പ്രയാണത്തിന് ഉപാസനയുടെ വിവിധ പോഷക സംഘടനകളായിട്ടുള്ള സാഹിത്യ കൂട്ടായ്മയായ കാവ്യകഥാവേദി, കലയുടെ ലോകമായ സംഗീതവേദി, വരും തലമുറയെ വാർത്തെടുക്കുന്ന ബാലവേദി, മുതിർന്നവരുടെ കൂട്ടായ്മയായ സഹൃദയ സദസ്സ്, സ്ത്രീ ശക്തിയുടെ പ്രതീകമായ വനിതാവേദി എന്നിവയെല്ലാം ഉപാസനയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇന്നും സജീവമാണ്. ഈ റൂബി ജൂബിലി വർഷത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെ ലക്ഷ്യമാക്കി കുടുംബവേദി എന്ന ഒരു പുതിയ സംഘടനയ്ക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ്. വരുന്ന ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ശ്രീ PC സിറിക് IAS ആണ് കുടുംബവേദി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് PC സിറിക് IAS കുടുംബവേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുത്തി പൊതുവായിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ആളുകൾക്ക് നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ സുഹൃത്തുക്കളെ ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ്. ഉപാസനയുടെ പ്രത്യേകത സാധാരണ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതസംഘടനകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് സാധാരണ നടക്കുന്നത്. ഇത് എല്ലാ സമുദായക്കാർക്കും എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒരുമിച്ച് ചേരാവുന്ന
ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകം എന്ന രീതിയിലാണ് കുടുംബവേദി സംഘടിപ്പിക്കുന്നത്. തുടർന്ന് വൈകിട്ട് 4 നടക്കുന്ന സമ്മേളനം പി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. PC സിറിക് IAS സ്മരണിക പ്രകാശനം ചെയ്യും. ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ CMI റൂബി ജൂബിലി സന്ദേശം നൽകും. എഴുത്തുകാരൻ ജിജി K ഫിലിപ്പ് മുഖ്യ പ്രഭാഷണം നടത്തും. കൂടാതെ വാർഡ് മെമ്പർ K ഗോപാലകൃഷ്ണൻ, KR സോമരാജൻ, ഫാദർ കുര്യൻ പുത്തമ്പുരയ്ക്കൽ CMI, ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ CMI, പ്രൊഫസർ കൊച്ചിത്രേസ്യ തോമസ്, ഡോക്ടർ സാബു വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രാർത്ഥനാ നൃത്തശില്പം, ഡാൻസ്, ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. എല്ലാ സാഹിത്യകാരന്മാരുടെയും ഒരു അഭിലാഷമായിരുന്നു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ ഈ റൂബി ജൂബിലിയുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചാണ് നമുക്ക് നടത്താൻ പറ്റിയത്. അത് വളരെ ഒരു സന്തോഷകരമായി തോന്നുന്നു. ഈ പുസ്തകത്തിൽ കാവ്യകഥാവേദിയിലും പിന്നെ കുറച്ച് പുറത്തുനിന്നുള്ള സാഹിത്യകാരന്മാരുടെയും രചനകളുണ്ട്. എല്ലാവരും കാവ്യകഥാവേദിയോട് ഒത്തുനിൽക്കുന്നവരും കൂട്ടായ്മയോട് യോജിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഉപാസന ഈ സാഹിത്യ കൂട്ടായ്മയെ ഏറെ സന്തോഷത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. തൊടുപുഴയുടെ സാമൂഹിക സാംസ്കാരിക ഭൂപടത്തിൽ 40 വർഷം തികയുന്ന ഉപാസനയുടെ ഈ വലിയ ആഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തിനാൽ CMI, ഉപാസന സെക്രട്ടറി ഡോക്ടർ സാബു വർഗീസ്, രമ പി നായർ, ഉപാസന ലൈബ്രറിയൻ ഷാജി മുതുകുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ബിസിനസ് ഓഫീസ് തൊടുപുഴയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിലെ UP വിഭാഗം പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. RBO തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. HR മാനേജർ നിഖിൽ NR പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. SBI സ്റ്റാഫ് പ്രതിനിധി അനിൽകുമാർ ആശംസകൾ നേർന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ബിസിനസ് ഓഫീസ് തൊടുപുഴയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിലെ UP വിഭാഗം പെൺകുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ RBO തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ സൈക്കിൾ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എനിക്ക് ഈ സൈക്കിൾ തന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ മാനേജർ HR പറഞ്ഞ പോലെ ഒരു ബാങ്ക് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ ചെറിയൊരു എന്താണ് പറയുന്നത്, ഒരു ലേണിംഗ് സെഷൻ ആയിക്കോട്ടെ, അതാണ് കുഴപ്പമില്ലല്ലോ. അതായത് ഒരു ബാങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരാളിനെ, അതായത് പൈസ ഉള്ള ആൾക്കാർ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ എടുക്കും. ഒരാൾ 100 രൂപ കൊണ്ടുവന്നത് വെച്ചു, ആ 100 രൂപ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബാക്കി പൈസ ആവശ്യമുള്ളവരുണ്ടാവും. എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യമായി വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യത്തിനോ ഒക്കെ അവർക്ക് പൈസ വേണം. അപ്പം നമ്മൾ ഇതിനകത്ത് 100 രൂപ അവർക്ക് കൊടുക്കും. അപ്പം നമ്മൾ ഒരാളുടെ 1 രൂപ നമ്മൾ ഇയാൾക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, പലിശ കൊടുക്കണം. പൈസ വാങ്ങിക്കുന്ന പലിശ കൊടുക്കണമല്ലോ. അതുപോലെ നമ്മൾ പലിശ കൊടുക്കുന്നതിന് നമ്മൾ പലിശ വാങ്ങി. അപ്പം നമ്മൾ 1 രൂപ പലിശ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ 1 രൂപ 10 പൈസ നമ്മൾ പലിശ വാങ്ങി. ആ 10 പൈസയാണ് ബാങ്കിന് ലാഭം. മൊത്തം 10 പൈസ മുഴുവൻ ലാഭത്തിലേക്ക് പോവില്ല. മറ്റു ചിലവുകളും കാര്യങ്ങളും പല സ്റ്റാറ്റിസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കഴിയില്ല. അപ്പൊ ആ നിന്നാണ് ബാങ്ക് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ലാഭം ഉണ്ടാക്കുന്നതോടുകൂടി അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ബാങ്കിൽ പൈസ ഇവർക്ക് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ പൈസ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് പൈസ എത്തിച്ച് അത് ഈ രാഷ്ട്രത്തിന്റെയും എല്ലാത്തിന്റെയും ഉന്നമനത്തിനായി പല പല സംരംഭങ്ങളും പല കാര്യങ്ങളും, അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി തന്നെ തിരിച്ച് നൽകുന്ന പല കാര്യങ്ങളും. HR മാനേജർ നിഖിൽ NR പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. SBI സ്റ്റാഫ് പ്രതിനിധി അനിൽകുമാർ S ആശംസകൾ നേർന്നു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ബിനേഷ് KK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മാസ്റ്റർ KS അബ്ദുൽ ഖാദർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജോൺസൺ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. 38 സൈക്കിളുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൺകുട്ടികൾക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, പണ്ടമറ്റം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം 28-നും മാർച്ച് 1-നുമായി അടിമാലിയിൽ നടക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ജനകീയ പങ്കാളിത്തത്തോടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും സംഘാടകർ വ്യക്തമാക്കി. ശാസ്ത്രം ജനനന്മയ്ക്ക്, ശാസ്ത്രം സാമൂഹ്യ മാറ്റത്തിന് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. സമ്പൂർണ്ണ സാക്ഷരത, ജനകീയ ആസൂത്രണം, പുത്തൻ വികസന കാഴ്ചപ്പാടുകൾ,
കലാജാഥകൾ തുടങ്ങി വ്യത്യസ്തമായ ഇടപെടലുകൾ പരിഷത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഇത്തവണ അടിമാലിയിൽ നടക്കും. ജനകീയ പങ്കാളിത്തത്തോടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 28-ാം തീയതി രാവിലെ 10 മണിക്ക് സമ്മേളനത്തിൽ ഉദ്ഘാടനം നടക്കും. അനന്യ വാജ്പേയി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡീസിലെ ഒരു ജെ.എൻ.യുവിലൊക്കെ അധ്യാപികയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് പുതിയ സമ്മേളനം നടക്കും. പുതിയ സമ്മേളനത്തിന് ശേഷം പിറ്റേ ദിവസം അടുത്ത ദിവസം 21-ാം തീയതി രാവിലെ PT ഭാസ്കരപ്പണിക്കർ ഞങ്ങളുടെ സംഘടന രൂപപ്പെടുത്തുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന PT അനുസ്മരണം നടക്കുന്നുണ്ട്. അതിലൊരു ക്ലാസ് മുഖ്യപ്രഭാഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. തുടർന്ന് പുതിയ സമ്മേളനം 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് അവസാനിക്കുന്ന 2 ദിവസത്തെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന ഉദ്ഘാടന സമ്മേളനത്തിനും VGP അനുസരണ പരിപാടിക്കും പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. മറ്റത് പുതിയ സമ്മേളനം മാത്രമായിട്ടായിരിക്കും നടക്കുന്നത്. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ VV ഷാജി, ജില്ലാ സെക്രട്ടറി KN രാധാകൃഷ്ണൻ, സ്വാഗത സംഘം ഭാരവാഹികളായ TK ഷാജി, TM ഗോപാലകൃഷ്ണൻ, CD അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും എവർഷൈൻ സ്റ്റുഡിയോ അങ്കണത്തിൽ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി സുനിൽ കളർഗേറ്റ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അലി പെരുന്നിലം മുഖ്യ പ്രഭാഷണം നടത്തി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഏതാണ്ട് 1984 രൂപം കൊണ്ട ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംഘടന അതിന്ന് കേരളത്തിൽ വലിയ ഒരു ശക്തമായ നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 17,000-ഓളം അംഗങ്ങൾ ഇന്ന് കേരളത്തിൽ സംഘടനയ്ക്കുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ യൂണിറ്റിൻ്റെ ഏതാണ്ട് 200-ഓളം ആളുകളും ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ ഒരു സംഘടനയ്ക്ക് സ്വന്തമായി തൊടുപുഴയിൽ ഒരു ഓഫീസ് ഉണ്ടാവുക എന്നത് നിങ്ങളെല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ്. എന്തായാലും സ്വന്തമായി മനോഹരമായ ഓഫീസുകളും അല്ലെങ്കിൽ സ്റ്റുഡിയോയും ഒക്കെ ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ എങ്കിൽ പോലും സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംഘടനയുടെ അംഗങ്ങൾക്ക് ഒന്നിച്ചു കൂടാനും അല്ലെങ്കിൽ ഒരു ഓഫീസ് എന്ന ഒരു ലേബൽ ഉണ്ടാവാനും ഒക്കെ അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതേ തുടർന്നാണ് ഇതുപോലെയുള്ള ഒരു ഓഫീസ് ഇന്നിവിടെ തുടക്കം ചെയ്തത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി സുനിൽ കളർഗേറ്റ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സംരക്ഷണത്തിനും അതേപോലെ തന്നെ ഈ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ സംഘടന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും ഈ സംഘടന ഒരു കൈത്താങ്ങായി മാറിയിട്ടുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് ഇതേപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകളും ഈ സംഘടന ഈ ഇടുക്കി ജില്ലയുടെ 22 യൂണിറ്റുകളിലും എല്ലാ വർഷങ്ങളും നടത്തി വരുന്നത്. മേഖലാ പ്രസിഡന്റ് അലി പെരുന്നിലം മുഖ്യ പ്രഭാഷണം നടത്തി. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് എവർഷൈൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഫ്രാൻസിസ് മാത്യു, തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർമാരായ ജിതേഷ് ഇഞ്ചക്കാട്ട്, രേണുക രാജശേഖരൻ, PR വിജയകുമാരി, SHG കോർഡിനേറ്റർ, SHG ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ലിൻസൺ മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ സർഗം, ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീകുമാർ KR, മേഖലാ സെക്രട്ടറി ആസാദ് KH, മേഖലാ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് ജോർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. പഞ്ചായത്ത് പരിധിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ വാഹനങ്ങളും കാര്യമായി നിരത്തിലിറങ്ങിയില്ല. പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു.
അടിമാലി കൊമ്പൊടിഞ്ഞാലിൽ 4 അംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച സംഭവമുണ്ടായി 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 അംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെയുണ്ടായിട്ടും ഈ നിഗൂഢത നീക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആക്ഷേപം. നമ്മളിപ്പോൾ ഇവിടെ കൊമ്പടിക്കാലിലെ ഒരു കുടുംബത്തിലെ 4 പേരെ ദുരൂഹ സാഹചര്യത്തിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തില് അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയും ശിവസേനയും NDAയും കൂടി സമാധാനപരമായിട്ട് നടത്തുന്ന ഹർത്താൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ട കുടുംബത്തിലെ 5 കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്ക് ആ ആത്മാക്കൾക്ക് നീതി ലഭിക്കണമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം. നമുക്ക് നാളെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു സംഗതിയാണിത്. സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനകീയ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ നടത്തിയത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ വാഹനങ്ങളും കാര്യമായി നിരത്തിലിറങ്ങിയില്ല. NDAയുടെയും ശിവസേനയുടെയും പിന്തുണ ഹർത്താലിന് ലഭിച്ചു. നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഉണ്ടായതെങ്ങനെ, ഒരു മൃതദേഹം ഒഴികെ മറ്റ് മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഈ മാസം 23-ന് അടിമാലിയിൽ സ്വീകരണമൊരുക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം അടിമാലിയിൽ നടന്നു. അടിമാലിയിലെത്തുന്ന പുതുയുഗ യാത്രയ്ക്കുള്ള സ്വീകരണം ദേവികുളം മണ്ഡലത്തിലെ UDFന്റെ ശക്തി പ്രകടനമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നൽകുന്ന സ്വീകരണം UDF പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസവും ആവേശവും ജനിപ്പിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പുതുയുഗ യാത്രയ്ക്ക് ഈ മാസം 23-ന് അടിമാലിയിൽ സ്വീകരണമൊരുക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം അടിമാലിയിൽ നടന്നു. KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പോലോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ എന്താണോ UDF ആഗ്രഹിച്ചത്, ജനങ്ങളുടെ ഒരു മനസ്സും വികാരവും ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വളരെ വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഈ ജാഥയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാകുമെന്നുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ അത് 100% ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് കാസർഗോഡ് മുതൽ ഇന്നലെ വരെ നടന്ന സ്വീകരണ സമ്മേളനങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള UDF പ്രവർത്തകരെയും UDFൻ്റെ സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ, മുൻകാലങ്ങളിൽ ഇല്ലാത്ത അത്രയും ശ്രദ്ധേയമായ ഒരു ജാഥയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഈ ജാഥയിലുടനീളം പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ കാലങ്ങളായി CPMുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും ബന്ധപ്പെട്ട് ജീവിതം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിരവധിയായിട്ടുള്ള ഇടതുപക്ഷ പ്രവർത്തകന്മാർ, പലതരത്തിലുള്ള ആളുകൾ, ചിലർ വളരെ പ്രധാനപ്പെട്ടവരുണ്ട്, ജില്ലാതലത്തിലുള്ളവരുണ്ട്, നിയോജക തലത്തിലുണ്ട്, പ്രാദേശിക തലത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഒരു വലിയ സഹകരണം ഈ ജാഥയ്ക്ക് ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. MP സൈനുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്തു. അടിമാലിയിലെത്തുന്ന പുതുയുഗ യാത്രയ്ക്കുള്ള സ്വീകരണം ദേവികുളം മണ്ഡലത്തിലെ UDFന്റെ ശക്തി പ്രകടനമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. സർക്കാർ വിരുദ്ധ വികാരവും വിമർശനവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വേദിയായി കൂടി പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയെ നേതാക്കളും പ്രവർത്തകരും നോക്കിക്കാണുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. കാളിയാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു ജോൺ ലൂക്കോസ് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് സ്വപ്നകുമാർ PS അധ്യക്ഷത വഹിച്ചു. ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം കാളിയാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു ജോൺ ലൂക്കോസ് നിർവഹിച്ചു. ഒരു ചൈതന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇത് കാര്യത്തിൽ നമ്മൾ അറിയാൻ പറ്റും, നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് നമ്മളെയും കൈ വലിയ ഉന്നതിയിലെത്തുമ്പോൾ നമുക്ക് അവരെ പലപ്പോഴും നമ്മുടെ മലയാളികളുടെ പ്രത്യേകത നമുക്ക് വളരെ അസൂയോടെ കാണാൻ പറ്റുമായിരിക്കും, അല്ലേ? അങ്ങനെയല്ല, തിരിച്ച് അതിനകത്തും അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അയാൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ
അതിൽ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന മുന്നോട്ട് നയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം എന്ന് ഗീതയിൽ പറയുന്നു. ക്ഷേത്രം പ്രസിഡന്റ് സ്വപ്നകുമാർ PS അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിബി KB, ട്രഷറർ അരുൺകുമാർ VS, വാർഡ് മെമ്പർ അജിത ദിനേശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികളെയും മാതൃസംഘം അംഗങ്ങളെയും ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി മിനി ചേച്ചിയെ ആ മൊമെന്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്ര പ്രസിഡന്റ് പുത്തമ്പറയിൽ അദ്ദേഹത്തെ ഒരു ഷാൾ അണിയിച്ചുകൊണ്ട് ഈ കർത്തവ്യം ആരംഭിക്കുന്നു. പറമ്പിൽ മുണ്ടപ്പിളാക്കൽ ജോത്സന വിജയൻ ചക്ക, ജയ മധു നിരപ്പേൽ, അവർക്ക് വണ്ണപ്പുറം കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പിൽ UDF പാനലിന് വിജയം. 19 അംഗ പാനലിൽ UDF 11, LDF 8 എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് UDF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. വണ്ണപ്പുറം കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പിൽ UDF പാനലിന് വിജയം. 19 അംഗ പാനലിൽ UDF 11, LDF 8 എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. ചെയർപേഴ്സണായി രേഷ്മ സൂസൻ ജോൺ, വൈസ് ചെയർപേഴ്സണായി ഉഷ കലാധരൻ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പ് രാവിലെ 11 മണി മുതൽ വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടത്തപ്പെടുകയുണ്ടായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം കുടുംബശ്രീയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ വളരെ ശക്തമായ രീതിയിൽ വണ്ണപ്പുറം കുടുംബശ്രീയുടെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് രേഷ്മയ്ക്കും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഉഷ കലാധരനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി പറയുന്നു. കാരണം എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയുള്ള മൊത്തം ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടെ ഞങ്ങൾ കുടുംബശ്രീയുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകും. വണ്ണപ്പുറം പഞ്ചായത്തിലെ CDSന്റെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട രേഷ്മയ്ക്കും വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഉഷ കലാധരനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ 16 സീറ്റ് നേടി ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ വിജയം സമ്പാദിച്ചു. അതിനുശേഷം നിങ്ങൾക്കറിയാം, വനിതാ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെ സ്വാധീനം ചെറിയ കാര്യമല്ല. നമ്മുടെ പഞ്ചായത്തിലെ ഫണ്ടുകൾക്ക് അനുസൃതമായി അതിൻ്റെ 8-10 കോടി രൂപയോളം വരുന്ന ഫണ്ടുകളാണ് കുടുംബശ്രീ വഴി വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഈ കുടുംബശ്രീക്ക് നമ്മുടെ പഞ്ചായത്തിലെ പട്ടയക്കുടി മുതൽ ഈ വിവിധ പ്രദേശങ്ങളുള്ള വനിതാ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ പഞ്ചായത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുവാനും ഈ പുതിയ ഭരണസമിതിക്ക് കഴിയട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയമാണ് ഇന്ന് വണ്ണപ്പുറം കുടുംബശ്രീയിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ലഭിച്ചിട്ടുള്ളത്. നല്ല മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. വളരെ വലിയ ഒരു ദൗത്യം CDS മെമ്പർമാരും ADS മെമ്പർമാരും വാർഡുകളിൽ പ്രവർത്തിച്ച് ഒരു നല്ല ഭരണം കാഴ്ചവെക്കുവാനും അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒത്തൊരുമയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും ലഭിച്ച് മുന്നോട്ട് പോകാൻ ഈ കുടുംബശ്രീ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ആ കമ്മിറ്റിക്കാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വളരെ സജീവമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇടതു സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള എല്ലാ മേഖലയിലും അതിൻ്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വണ്ണപ്പുറം പഞ്ചായത്തിലും കുടുംബശ്രീ വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള കാലങ്ങളിൽ ഈ കുടുംബശ്രീയുടെ ഭരണം ഒരു കാരണവശാലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ആളുകൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി ഇവിടെ എടുക്കുകയാണ്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബശ്രീക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു വിജയമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക്, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരും.
അതുപോലെ തന്നെ വളരെ ശക്തമായ ഒരു പ്രവർത്തനത്തോടെ കുടുംബശ്രീയും പഞ്ചായത്തും മുന്നോട്ട് പോകുന്നതിനും ഇത് കാരണമാകും. UDF നേതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ വിജയികളെ അനുമോദിച്ചു. തുടർന്ന് UDF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മഞ്ചേരി കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു. തുടർന്ന് സുരക്ഷാ നടപടികൾ കർശനമാക്കി. ഇമെയിൽ വഴിയായിരുന്നു ഭീഷണി സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. മഞ്ചേരി SHO പ്രതാപ് പരിശോധനകൾക്ക് നേതൃത്വം വഹിച്ചു. ബോംബ് സ്ക്വാഡിന്റെ മേൽനോട്ടത്തിൽ കോടതി പരിസരത്തും വിശദമായ പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡിനെയും വിന്യസിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഈ മാസം 23-ന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് UDF ജില്ലാ നേതൃത്വം തൊടുപുഴയിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ വികസനവും ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് PG ജോസഫ് MLA യോഗം വിളിച്ചു ചേർത്തു. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ റൂബി ജൂബിലി സമാപന സമ്മേളനവും സാംസ്കാരിക സംഗമവും ഫെബ്രുവരി 22-ന് തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും എവർഷൈൻ സ്റ്റുഡിയോ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിനും തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.